ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ നാരായണായ. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത 2-ാം അധ്യായം ശ്ലോകം 16-17 പറയുന്നത്. ശ്ലോകം 16. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദ ഉഭയോരപി ദൃഷ്ടാന്തസ്ത്വനയോസ്തത്വദർശിഭി. അർത്ഥം: അസത്യത്തിനോ അനിത്യത്തിനോ സ്ഥിരമായ അസ്തിത്വമില്ല, സത്യത്തിനോ നിത്യത്തിനോ ഒരിക്കലും നാശവുമില്ല. ഈ രണ്ടിൻ്റെയും യഥാർത്ഥ സ്വഭാവം തത്വജ്ഞാനികൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ലോകത്തിൽ നാം കാണുന്ന എല്ലാ ഭൗതിക വസ്തുക്കളും മാറ്റത്തിന് വിധേയമാണ്. ശരീരം, സമ്പത്ത്, പ്രശസ്തി, അധികാരം എന്നിവയെല്ലാം ഒരു നാൾ ഇല്ലാതാവുന്നതാണ്. എന്നാൽ ആത്മാവ് നിത്യമാണ്. അതിന് ജനനമില്ല, മരണവുമില്ല. അതുകൊണ്ട് തന്നെ ആത്മാവാണ് യഥാർത്ഥ സത്യം. ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് നശിക്കുന്ന വസ്തുക്കളെ ശാശ്വതമെന്ന് കരുതി അതിൽ അമിതമായ ആസക്തി കാണിക്കരുത് എന്നതാണ്. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നിത്യസത്യത്തെ തിരിച്ചറിയുകയാണ്. ശ്ലോകം 17. അവിനാശി തു തത് വിദ്യേന സർവമിതം തതം വിനാശമവ്യവസ്യാസ്യ ന കശ്ചിത് കർതു മർഹതി. ഈ പ്രപഞ്ചമാകെ വ്യാപിച്ചിരിക്കുന്ന ആ ആത്മാവിനെ അവിനാശി എന്നറിയുക. ആ നിത്യവും ക്ഷയമില്ലാത്തതുമായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ആത്മാവ് ഒരു ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അത് ദൈവികമായ ചൈതന്യമാണ്. എല്ലാ ജീവജാലങ്ങളിലും അതേ ആത്മതത്വം നിലകൊള്ളുന്നു. തീയ്ക്ക് അതിനെ കത്തിക്കാൻ കഴിയില്ല, ജലത്തിന് നനയ്ക്കാൻ കഴിയില്ല, കാറ്റിന് ഉണക്കാൻ കഴിയില്ല, ആയുധങ്ങൾക്ക് മുറിക്കാനും കഴിയില്ല. മനുഷ്യന് ശരീരത്തെ നശിപ്പിക്കാൻ കഴിയും, എന്നാൽ ആത്മാവിനെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ മരണഭയവും നഷ്ടഭയവും കുറയുന്നു. ആത്മവിശ്വാസവും ആത്മീയ ശക്തിയും വർദ്ധിക്കുന്നു. ശരീരം നശിക്കും, ലോകത്തിലെ എല്ലാ ഭൗതിക വസ്തുക്കളും മാറും, എന്നാൽ ആത്മാവ് ശാശ്വതമാണ്. ഈ ആത്മസത്യം തിരിച്ചറിയുന്നതാണ് ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ദിവ്യോപദേശം നമ്മുടെ ഉള്ളിൽ ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശം തെളിയിക്കട്ടെ. ഓം തത് സത്.